വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചറപറ സറപറ. അപ്പൊ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് ഇരുന്നപ്പോഴേക്കും പുറത്തൊരു ചുമ്മാ ഗേൾസ് മാത്രം. സാധാരണ എപ്പോഴും നമ്മൾ എല്ലാവരും കൂടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാറുള്ളൂ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പോ ഇവര് പോകും, വീട്ടിലേക്ക് പോകും. അപ്പൊ ഞങ്ങള് 3 പേരും കൂടി പുറത്ത് ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയേക്കുക. ആക്ച്വലി ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇതിപ്പോ എങ്ങോട്ടാ പോണേന്ന്, അല്ലേ? അതെ, ഞങ്ങക്ക് വലിയ ഐഡിയ ഇല്ല, പക്ഷെ ഞങ്ങൾ പോവാണ്. നോക്കാം എവിടെ എത്തുന്നേ. ലെറ്റ്സ് സീ. എവിടെയെങ്കിലൊക്കെ ഞങ്ങൾ എത്തും. അതെ. അല്ലെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്ലാൻ ചെയ്യാത്ത പോകുന്ന ട്രിപ്പുകളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇതുവരെ ഞാൻ അങ്ങനെ പോയിട്ടില്ല കേട്ടോ, ഇതിപ്പോൾ ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് വല്ലപ്പോഴും എങ്ങനെയൊക്കെ കൂടുന്നുള്ളൂ, അതായത് എന്തെങ്കിലും സെലിബ്രേഷൻസിനൊക്കെ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് ഞങ്ങൾ കുറേ നേരത്തെ എവിടെ പോകണം എന്നുള്ള ആലോചനയിൽ നിന്ന് ലാസ്റ്റ് വാങ്കൂവർ തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാര്യം ഈ വാങ്കൂവർ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മടുക്കാറില്ല. അവിടെ കുറേ സ്ഥലങ്ങൾ കാണാനൊക്കെ ഉള്ളത് കാരണം എപ്പോഴും അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നമുക്കൊരു ഫ്രഷ് ഫീലിങ്ങാണ്. ഇപ്പോൾ ഇവിടുന്ന് വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവേ ഉള്ളൂ അങ്ങോട്ടേക്ക്. ഞാൻ ജോലി ചെയ്യുന്നത് ഏകദേശം അതിനടുത്തൊക്കെ തന്നെയാണ്, പക്ഷെ കൂടുതലും പോകുന്നത് സ്കൈ ട്രെയിനൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം എന്താ പറയുക, പിന്നെ നമ്മൾ പോകുന്നത് എന്തെങ്കിലും ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ഹാലോവിൻ്റെ ടൈമിലോ ഇതൊക്കെ ആയിരിക്കും നമ്മൾ രാത്രിയിലൊക്കെ പോയി കാണുന്നത്. ഇപ്പോൾ വേറെ രാജ്യത്തു നിന്ന് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ തന്നെ വേറെ പ്രൊവിൻസിൽ നിന്നാണെങ്കിൽ പോലും ഒരു ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ വെക്കേഷന് വേണ്ടി പോവുകയൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം BC ആയിരിക്കും. അത് BC തന്നെ നമ്മൾ അറിയപ്പെടുന്നത് ബ്യൂട്ടിഫുൾ ബ്രിട്ടീഷ് കൊളംബിയ എന്നാണ് കേട്ടോ. നമ്മളിത് വാങ്കൂവർ ഡൗൺ ടൗണിൽ എത്തിയേക്കോട്ടെ. ഇപ്പം രസമുണ്ടല്ലോ, ഇവിടുത്തെ ബിൽഡിങ്സും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ സറിയും വാങ്കൂവറും ഇതൊക്കെ BC തന്നെ ആണെങ്കിലും തൊട്ടടുത്തടുത്ത സ്ഥലങ്ങളാണെങ്കിലും ഇത് ഗ്രാൻവില്ല, എന്റെ കോളേജിന്റെ സ്ഥലം. എല്ലാ സ്ഥലങ്ങളും തമ്മിൽ വരും നല്ല, അതായത് ബിൽഡിങ്സിന്റെ ഇതിലൊക്കെ ആണെങ്കിലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ പസഫിക് സെന്റർ ചേച്ചിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ഒരാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. എന്റെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമാണിത്. ഇത്ര ഭംഗി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു? UCW യൂണിവേഴ്സിറ്റി. അതിവിടെ ഇപ്പഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനല്ല, ലൈക് ഞാൻ ട്രെയിനിനാണ് വന്നോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാറിൽ ട്രാവൽ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത്. അപ്പൊ പസഫിക് മോളൊക്കെ ഉണ്ട്, അടിപൊളി മോളാണ്. ഞാൻ അവിടെ കേറിയിട്ടുണ്ട്, അടിപൊളി മോളാണ്. നമുക്ക് വേണമെങ്കിൽ കയറാം, പക്ഷെ ഭയങ്കര ലക്ഷറി ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം അടിപൊളി സ്ഥലമാണ്. എന്റെ യൂണിവേഴ്സിറ്റി സൂപ്പറാണ് കാണാൻ. ഡൗൺ ടൗൺ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നേരെ സ്റ്റാൻലി പാർക്കിലേക്ക് പോകാമെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാങ്കൂവറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാൻലി പാർക്കിൽ പോകാതെ ആരും പോകാറില്ല. അത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് കേട്ടോ സ്റ്റാൻലി പാർക്ക്. അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മെയിനായിട്ടുള്ള പിക്നിക് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈക്ലിങ്ങും അതുപോലെ തന്നെ ട്രെയിൻ റൈഡും അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. വാട്ടർ പാർക്കുണ്ട്, അക്വേറിയം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ സ്റ്റാൻലി പാർക്കിൽ എത്തിയപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് കുറേ പേരിങ്ങനെ സൈക്കിൾ ഓടിക്കുന്ന കേട്ടോ. അപ്പം അതിന് തൊട്ട് ചേർന്നായിട്ട് ലേക്കുണ്ട്, പിന്നെ ആളുകൾക്ക് നടക്കാനുള്ള സ്ഥലമുണ്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് പാർക്കുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ, അങ്ങനത്തെ സംഭവങ്ങളുണ്ട് ലെഫ്റ്റ് സൈഡിൽ. മൊത്തത്തിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം. അതായത് ഈ സ്റ്റാൻലി പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നടക്കുകയെന്ന് പറയും. ഒരു 9 കിലോമീറ്ററോളം ദൂരത്തിൽ നമുക്കിങ്ങനെ ഒന്നുകിൽ ബൈക്ക് റൈഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നടക്കാം. എനിക്ക് ഏറ്റവും ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത് ഇത് കണ്ടോ കേട്ടോ, കുതിര സവാരി. പാവം 2 കുതിരകൾ കുറേ ആൾക്കാരെ വെച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകണേ. എന്ത് കഷ്ടമല്ലേ, കാണുമ്പോൾ സങ്കടം തോന്നും. അത് ഇവിടുത്തെ ഒരു എന്താ പറയുക അട്രാക്ഷനാണ് ഈ സ്റ്റാൻലി പാർക്കിൻ്റെ. പിന്നെ ആണെങ്കിൽ നമ്മളിപ്പം ആ മെയിനായിട്ടുള്ള ലേക്കിൻ്റെ അങ്ങോട്ടേക്ക് എത്തുക കേട്ടോ. ഇതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് ഇംഗ്ലീഷ് ബേ. അതും അതായത് ഇതിൻ്റെ വേറൊരു സൈഡാണ്. അപ്പം അവിടെയും ഒരു പിക്നിക് സ്പോട്ട് തന്നെയാണ്. ഇതിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആളുകൾ ഓരോ സൈഡിലും ഇങ്ങനെ വന്ന് ഇങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് എത്തുന്നു, അല്ലെങ്കിൽ കണ്ടു പോകുന്നു. അങ്ങനെയൊക്കെ ഇവിടെ ഒരു രക്ഷയില്ലാത്ത അടിപൊളി സ്ഥലം.
ഇവിടെ ഈ സൈക്ലിംഗ് ചെയ്യുന്ന പലരും ഈ സൈക്കിളെല്ലാം റെൻറ്റിന് എടുത്തതായിരിക്കും കേട്ടോ. കാര്യം അടുത്തുള്ളവർ മാത്രമേ സൈക്കിൾ കൊണ്ടുവരുള്ളൂ. ദൂരെയുള്ളവർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് റെൻറ്റിന് എടുക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വ്യൂസൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവരെല്ലാം ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. കൊള്ളാം. നമുക്കുണ്ടല്ലോ താഴെ ഇങ്ങനെ ഒരു അടുത്ത് കാണാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അപ്പം നമ്മൾ ഇതിലൂടെ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴേക്ക് പോവാം. വാവ്, പൊളിച്ച്. അവർക്ക് ശരിക്കും മിസ്സായി. അവരോട് വേണ്ടായിരുന്നു അല്ലേ? നെക്സ്റ്റ് ടൈം വരാം, കുഴപ്പമില്ല. നമുക്ക് വീടിനടുത്ത് നിന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. കൊള്ളാം അല്ലേ? അടിപൊളിയല്ലേ? ഒന്നും പ്ലാൻ ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ കറക്റ്റ് ഇവിടെ തന്നെ വന്നല്ലേ. ഇത് വെയിൽ വാച്ചിങ്ങിന്റെ അല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? വെയിൽ വാച്ചിങ്ങിന്റെ ഇത് ലൈറ്റ് ഹൗസ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാട്ടോ. ഇപ്പോൾ 2 മണി 3 മണിയൊക്കെ ആയി ഏകദേശം. കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഏത് സ്ഥലത്തേക്ക് പോകണം തീരുമാനിച്ചിട്ടില്ല. വണ്ടി കയറി കഴിയുമ്പോഴേക്കും നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. വെള്ളം വേണ്ട. അടുത്ത് നമ്മൾ എങ്ങോട്ടേക്കാണ് ഗൈസ്? നമ്മളവിടുന്ന് നേരെ ഇപ്പോൾ റിച്ച്മണ്ട് സെൻറ്ററിലാട്ടോ വന്നേക്കുന്നത്. ഞങ്ങൾക്ക് നന്നായി വിശക്കുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. കാര്യം അവിടെ നല്ല വെയിലൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാം തലവേദനയൊക്കെ ഉണ്ട്. ഫുഡും കഴിച്ചില്ലായിരുന്നു മര്യാദയ്ക്ക്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പർച്ചേസും ചെയ്യാം, പിന്നെ ഫുഡും കഴിക്കാമെന്ന് വെച്ച് ഇവിടെ കയറിയേക്കാം. ഇവിടെ ഇപ്പം എന്താ ഇതിപ്പം മറ്റേ കുറേ ബൺസും കേക്ക്സും ഒക്കെ ബേക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഷോപ്പാട്ടോ. അപ്പോൾ എടുത്തോ ഏതെങ്കിലുമൊക്കെ? ഏതാ എടുത്തേക്കുന്നത്? മാംഗോ റോളാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ കേക്കൊക്കെ കണ്ടോ? അടിപൊളി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, മാംഗോ പുഡിങ്, റോസ് കേക്ക്. ഞാൻ ആദ്യമായിട്ട് റോസ് കേക്ക് കാണുന്നു കേട്ടോ. നല്ല ഇഷ്ടമുണ്ട്. അങ്ങനെ ഞങ്ങൾ തൽക്കാലം ആശ്വാസത്തിന് ഒരു ചെറിയ 2 എന്തൊക്കെയത് ഏത് റോളോ? ഇത് മാംഗോ റോളും പിന്നെ സോസേജ് ബൺ കൂടി മേടിച്ചോളൂ. ഇനി നമ്മൾ മോളിൽ പോയി ഫുഡ് വേറെ കഴിക്കും. അപ്പം അതുവരെ പിടിച്ചു നിൽക്കാൻ ഇത് മേടിച്ചു എന്നുള്ളൂ അല്ലേ? മാംഗോ ബണ്ണ് ട്രൈ ചെയ്യാം. ഇതിന് വലിയ മധുരമില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ക്രീം ബണ്ണിൻ്റെ കൂട്ടേ അല്ല, ഒട്ടും മധുരമില്ല. ലൈക്ക് ഒരു ലൈറ്റ് ഒരു മധുരമേ ഉള്ളൂ. ക്രീം നല്ല യമ്മിയാണ്, ഫ്രഷാണ്, ഭയങ്കര ഫ്രഷാണ്. അത് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ അത്രയും സ്വീറ്റ് ഇല്ല. ഇത് ഒരു ചൈനീസ് ഷോപ്പായിരുന്നു. അപ്പോൾ അവരുടെ സ്വീറ്റ്സിനൊന്നും ഇത്രയും നമ്മുടെ നാട്ടിലെ അത്രത്തേനും മധുരം ഇല്ല. നോക്കട്ടെ. ഞാൻ നല്ല യമ്മിയാണ്. സോസേജ് ആയിട്ട് നോക്കണം. സോസേജ് ബൺ
നല്ല ഇഷ്ടമുണ്ട്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി. നല്ലൊരു അപ്പാപ്പനും അമ്മാമ്മയും കൈയൊക്കെ പിടിച്ച് നടക്കണുണ്ട്. നമ്മളെ നാട്ടിലൊന്നും ഇത് കാണാറേ ഇല്ലല്ലേ. ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കില്ല. അതെ, ഇവിടെ ഒരു കടയുണ്ട്. അവിടെ ഫുൾ കൊറിയൻ സ്കിൻ കെയർ കിട്ടും. ഐ മീൻ ഗ്ലാസ് സ്കിൻ കെയറിൽ കുറെ നല്ല നല്ല ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് അതിനകത്ത് കയറണം, എനിക്ക് നോക്കണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. അതെ അതെ അതെ, ഭയങ്കരമായിട്ട് സ്കിൻ കെയർ നോക്കണ ആളാ. അത് കാണിക്കും, ഷോപ്പ് കാണിക്കാം. ഇതാണ് ആ ഷോപ്പ്. അപ്പൊ ഇവിടെ കയറണം പറഞ്ഞാണ് ജോ പറഞ്ഞത്. അപ്പൊ നമ്മളെന്തായാലും കയറാം. ഞാനൊരു റാപ്പായിട്ട് ഓർഡർ ചെയ്തത്. ഇത് ഫലാഫിൽ റാപ്പ്. ഇതേതായിരുന്നു? ബീഫ് സൂപ്പ് നൂഡിൽസ് അല്ലേ? ബീഫ് നൂഡിൽസ് സൂപ്പ്, വെറൈറ്റി ചൈനീസ്. ഞാൻ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഷവർമയെ തന്നെ എത്തിച്ചെന്നു. അങ്ങനെ നമ്മള് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാട്ടോ. മാളിനുള്ളിൽ വെച്ച് എൻ്റെ ഫോൺ ഓഫായി പോയത് കൊണ്ട് എനിക്ക് ബാക്കിയുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മള് ആ കടയിൽ കയറിയത്. ഏതായിരുന്നു സ്കിൻ കെയർ? ഞങ്ങൾ കൊറിയൻ കടയിൽ കയറി, എന്നിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നല്ല ടയേർഡ് ആയിട്ടുണ്ട് എല്ലാരും. കുറെ നടന്നു അല്ലേ? കുറെ നാൾക്ക് ശേഷം കുറെ നടന്ന പോലെ ഉണ്ട്. അയ്യോ, ഇനി മേടിച്ചത് നല്ലൊരു ചായ ഇട്ട് കുടിച്ച് കിടന്നുറങ്ങിയാ മതി. ചായ ഉണ്ടെങ്കിൽ. അതെ. അപ്പോൾ ഇപ്പം ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. എല്ലാവരും നല്ല ടയേർഡാണ്. അപ്പോൾ ഇനി ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.